പ്രേക്ഷകർക്ക് പരിചയമുണ്ടായിരിക്കും. ഇലക്ഷൻ സമയത്ത് നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ആ സ്കൂളിലും കോളേജിലുള്ള ഇലക്ഷന്റെ സമയത്ത്, പിന്നെ ഇതുപോലുള്ള നിയമസഭാ ഇലക്ഷന്റെയും അതുപോലെ പാർലമെന്റ് ഇലക്ഷന്റെയും ഒക്കെ സമയത്ത് പൊതുവിൽ കേട്ടുവരുന്ന ഒരു പാട്ടുണ്ട്, ഒരു കുസൃതി പാട്ട്. പെട്ടി പെട്ടി ചിങ്കാരപ്പെട്ടി, പെട്ടി തുറന്നപ്പോൾ വോട്ടെല്ലാം കിട്ടിയെന്നും പറയാറുണ്ട്, വോട്ടെല്ലാം പൊട്ടി എന്നും പറയാറുണ്ട്. എന്തായാലും മുദ്ര വെച്ച ഒരു കവർ, അതിലേക്കാണ് കേരളം ഉറ്റുനോക്കുന്നത്. മുദ്ര വെച്ച ആ കവറിൽ എന്താണ് അതറിയാൻ കേരളം ഉറ്റുനോക്കുന്നു. കഴിഞ്ഞ ദിവസം 13-ാം തീയതിയായിരുന്നു, അതുകൊണ്ടാകാം അന്ന് പ്രഖ്യാപനം നടത്താത്തത് എന്ന മട്ടിലുള്ള വിലയിരുത്തലുകൾ നേതാക്കൾ തള്ളിയിരിക്കുന്നു. പക്ഷെ കടമ്പ ബാക്കിയുണ്ട് എന്ന മറുപടിയാണ് AICC വൃത്തങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും കണ്ടെത്തിയ ഫോർമുല, മുഖ്യ കസേരയിലേക്കുള്ള വിളി കാത്തിരിക്കുന്ന 3 പേരെയും ബോധ്യപ്പെടുത്തുക എന്നതാണ്. അത് തന്നെയാണ് AICCക്ക് മുന്നിലുള്ള വലിയ കടമ്പ എന്ന് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത് എന്നാണ് വിലയിരുത്തൽ. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് ഇന്ന് രാവിലെ രാഹുൽ ഗാന്ധി തന്നെ ഈ ദൗത്യം നിർവഹിക്കും എന്നാണ് അറിയുന്നത്. അന്തിമ തീരുമാനം കൈക്കൊണ്ട രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ കൂടിക്കാഴ്ചക്കിടയിൽ 3 നേതാക്കളെയും അവർ വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല. യോഗം നടന്ന ഖാർഗെയുടെ വസതിയിലേക്ക് വേണുഗോപാൽ എത്തും എന്ന സൂചനകൾ ഉണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം തന്റെ വീട്ടിൽ തന്നെ തങ്ങുകയായിരുന്നു. കേരളത്തിലുള്ള VD സതീശനോ രമേശ് ചെന്നിത്തലയ്ക്കോ ഇന്നലെ യോഗത്തിനിടെ കേന്ദ്രത്തിൽ നിന്ന് വിളി എത്തിയിട്ടില്ല. ഇവരെ തീരുമാനം അറിയിക്കാനുള്ള ചുമതല രാഹുൽ ഗാന്ധി ഏറ്റെടുത്തു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്ന് ഉച്ചയ്ക്ക് നടക്കാനിരിക്കെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ദില്ലിയിൽ തന്നെയുണ്ട്. തീരുമാനം അറിഞ്ഞ ശേഷം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തും എന്നാണ് സൂചനകൾ. ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബവും വേണുഗോപാലിനൊപ്പം ദില്ലിയിലെ ഔദ്യോഗിക വസതിയിലുണ്ട്. നീക്കം എന്താണെന്ന് അദ്ദേഹമോ ഓഫീസോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. VD സതീശൻ ആലുവയിലെ വീട്ടിൽ നിന്ന് നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാനായി തിരുവനന്തപുരത്തേക്ക് തിരിച്ചുവെന്നാണ് വിവരങ്ങൾ. തിരുവനന്തപുരം വഴുതക്കാട്ട് വീട്ടിൽ രമേശ് ചെന്നിത്തലയുണ്ട്. അവസാന നിമിഷവും സമവായ സ്ഥാനാർത്ഥിയായ ചെന്നിത്തലയുടെ പേര് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പിലുള്ള വിശ്വാസം. മുഖ്യമന്ത്രി പ്രഖ്യാപനം നടക്കുന്നതുവരെ തീരുമാനം രഹസ്യമായി സൂക്ഷിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. നിയമസഭാ കക്ഷി യോഗം അതേസമയം അലങ്കോലമാകരുത് എന്ന ജാഗ്രതയും ഇതിന് പിന്നിലുണ്ട്. പ്രവർത്തകരുടെ പ്രതിഷേധവും നേതൃത്വവും കണക്കിലെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ച പാർട്ടി തീരുമാനം മുദ്രവെച്ച കവറിൽ ദീപാദാസ് മുൻഷിക്ക് കൈമാറാനാണ് സാധ്യത. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന 3 നേതാക്കളെയും ഉൾക്കൊണ്ടുള്ള, അവരെ 3 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫോർമുലയാകും ഹൈക്കമാൻഡ് അവതരിപ്പിക്കുക എന്നാണ് വിവരം. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകൾ ഉയർന്ന ചർച്ചകൾക്കൊടുവിൽ ആരുടെ പേരാവും ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുക എന്നതിലേക്ക് ഉറ്റുനോക്കുകയാണ് കേരളം. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 10 ദിവസം കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാത്തതിൽ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം തുടരുകയാണ്. അതേസമയം പ്രതീക്ഷിക്കുന്നത് പോലെ 3 വളരെ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. പ്രതീക്ഷിക്കുന്നത് പോലെ അല്ല തീരുമാനം വരുന്നത് എങ്കിൽ ഓരോരുത്തരും എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതും പാർട്ടിക്ക് മുന്നിലുള്ള ഒരു വിഷയം തന്നെയാണ്. എന്തായാലും ഏതാനും മണിക്കൂറുകൾക്കകം അത് സംഭവിക്കും എന്ന് തന്നെയാണ് കേരളം വിശ്വസിക്കുന്നത്, കേരളത്തിലെ പാവപ്പെട്ട വോട്ടർമാരും വിശ്വസിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.